ഞാൻ ഈ പരിപാടി ഇന്ന് രാവിലെയാണ് എൻ്റെ നാട്ടില്, ഇന്നലെ കർണാടകയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ്. സത്യം പറഞ്ഞ ഈ പരിപാടിയുടെ കാര്യം തന്നെ എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് ഷിഹാബക്കാടെ മെസ്സേജ് കണ്ടപ്പോഴേ ഇങ്ങനെ ഒരു പരിപാടി, ഞാനപ്പോൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന്. കാരണം ഈ മഴയും വെള്ളപ്പൊക്കവും. ഞാൻ ഇന്ന് ഇവിടുന്ന് പരിപാടിക്ക് വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി വരുന്ന വഴിയിൽ പടച്ചോനെ വെള്ളത്തിനകത്ത് പോയി ഇറങ്ങിക്കൊടുത്തു. നല്ല വെള്ളക്കെട്ട, എനിക്കറിയാം ആലപ്പുഴ ജില്ലയുടെ പരിസരങ്ങളൊക്കെ നല്ല വെള്ളത്തിനകത്ത് പെട്ടുപോയപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഇത്ര വെള്ളമുള്ള, അപ്പുറം കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വണ്ടി മുങ്ങുന്ന രീതിയിൽ വെള്ളത്തിനകത്തുകൂടെ മാക്സിമം എങ്ങനെ പോയിന്നറിയില്ല. അവസാനം ചെന്നൊരു പാലത്തിന്റെ മുകളിൽ കയറിയപ്പം പറഞ്ഞു, ഇതിനേക്കാളും ഇരട്ടി വെള്ളം അപ്പുറത്തോട്ട് കിടക്കണം, ഇതിലെ ചെയ്ത്താനും കടലിൽ നിന്ന് നടക്കണം പറഞ്ഞാൽ അവിടെ ആയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഷിഹാബക്കായ്ക്ക് നല്ല വീഡിയോ അയച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും, അത്രയ്ക്കും നല്ല വീഡിയോ വെള്ളത്തിനകത്ത്. പിന്നെ പടച്ചോനെ എങ്ങനെയെങ്കിലും വണ്ടി അവിടെ ഇട്ടിട്ട് വരാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും തിരിച്ചു കയറണ്ടേ. ആ പോയ വെള്ളത്തിന്റെ അകത്ത് കൂടെ തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയ സങ്കടം. പിന്നെ വിളിക്കാൻ പറ്റുന്ന മഹാന്മാരെയൊക്കെ വിളിച്ച് ഫാത്തിഹ ഓതി അൽഹംദുലില്ലാഹ് എങ്ങനെയെങ്കിലും തിരിച്ചു കയറണം. അത്രയും പ്രയാസപ്പെട്ടു. അപ്പൊ ഞാൻ ഔലിയാക്കന്മാരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അള്ളാഹു നമ്മളെയൊക്കെ മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇവിടെ ഇങ്ങനെ ഓതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും വണ്ടി ഓഫാകാതെ ഒന്നിക്കര വരെ എത്തിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ഇൻഷാ അല്ലാഹ് ട്രെയിൻ ഇത്തിരി താമസിച്ചാണെങ്കിലും അൽഹംദുലില്ലാഹ്, വരാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്തിരി താമസിച്ചാണ് വരുന്നത്. അൽഹംദുലില്ലാഹ് എന്തായാലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഒരു മകനെ അള്ളാഹു എനിക്ക് തന്നല്ലോ എന്ന് സന്തോഷത്തോടെ പറയുന്ന മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഖുർആൻ പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. മക്കളെന്ന് പറയുന്നത് ചില മാതാപിതാക്കൾക്ക് ഫിത്നയാണ്, നഷ്ടമാണ്, നാശമാണ്, സങ്കടമാണ്. അവസാനം മക്കൾ കാരണം നരകത്തിലേക്ക് പോകുന്ന ചില മാതാപിതാക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നേ? എത്രയോ പേർക്ക് എന്തെല്ലാം പറ്റുന്നു, മരണപ്പെട്ടു പോകുന്നു. എന്തിനാ പടച്ചവനെ ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നത് എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യമായ ആ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അവർ വളരുന്നത് കാണുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ഈ മക്കൾ ഇങ്ങനെ ആയി പോകാൻ അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മക്കള് തലതിരിഞ്ഞതിന്റെ പേര് മക്കളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മളുടെ പോരായ്മകൾ കൂടെ മനസ്സിലാക്കാൻ കഴിയണം. നമ്മളുടെ മക്കൾ ഇങ്ങനെ ആയി പോകാനുള്ള കാരണമാരാ? എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, ആ ദീന് പറഞ്ഞു തരാത്ത ഒന്നും ലോകത്തില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു തരാത്ത ഒന്നുമില്ല. ഖുർആനിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോന്നായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്ത അദാബുകളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം. അള്ളാഹു തന്നെ പറയുന്ന ഹസ്വനുൽ ഖസസ്, ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ചരിത്രം കാണാം. അത് ആരുടെ ചരിത്രമാണ്? അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആന് 114 സൂറത്തുകൾ 6600 പരം വരുന്ന ആയത്തുകളിലൂടെ ഞാനും നിങ്ങളും കണ്ണോടിച്ചു നോക്കിയാൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാ. ആ ചരിത്രം